ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അംഗം മുറുകി വരികയാണ്. അപ്പോൾ ഈ സമയത്ത് ആരാണ് ഈ തെരഞ്ഞെടുപ്പിൽ ശരിയായ രീതിയിലുള്ള വർഗീയ രാഷ്ട്രീയം കളിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് കേരള ചരിത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ഇപ്പോൾ ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്, കോൺഗ്രസ് നേതാവ് വി ഡി സതീശനാണ് എന്ന് പറയേണ്ടി വരും. കാരണം അദ്ദേഹം ഒരേ സമയം ജമാഅത്തെ ഇസ്ലാമിയെ ഒരു തോളിലും മുസ്ലിം ലീഗിനെ മറ്റൊരു തോളിലും വെച്ചുകൊണ്ട് വർഗീയതയോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വർഗീയതയുടെ വോട്ടേ വേണ്ട, വോട്ട് ബാങ്കുമായി വരുന്നവരാരെയും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, അവർക്ക് മുന്നിൽ കീഴടങ്ങാൻ തയ്യാറല്ല എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ഇപ്പോൾ കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരം വരെ നീളുന്ന യാത്രയിൽ, ആ യാത്രയ്ക്ക് മുന്നേ തന്നെ വി ഡി സതീശൻ ഇത് തുടങ്ങിയതാണ്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളായ ഒരു പ്രസ്ഥാനമല്ല എന്ന് സർട്ടിഫിക്കറ്റ് അദ്ദേഹം കൊടുത്തിരിക്കുകയാണ്. ഇതിനു മാത്രമുള്ള എന്ത് ആധികാരികതയാണ് വി ഡി സതീശനുള്ളത് എന്നത് വളരെ അവ്യക്തവുമാണ്. എന്നാൽ ഉറപ്പാണ് ഇത് ആസൂത്രിതമാണ്. കാരണം എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പ് ജയിക്കണം. അതുകൊണ്ട് വി ഡി സതീശൻ ഏതാണ്ട് കോൺഗ്രസിൽ മറ്റ് മുതിർന്ന നേതാക്കന്മാരാരും ജമാഅത്തെ ഇസ്ലാമിയെ ഈ രീതിയിൽ വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല, വി ഡി സതീശനൊപ്പം നിൽക്കുന്നില്ല എന്നതുകൂടി നിരീക്ഷിക്കപ്പെടേണ്ടതാണ്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് ഒരു ജമാഅത്തെ ഇസ്ലാമി നേതാവ് ഒരു തവണ നടത്തിയ, അല്ലെങ്കിൽ കേവലം ഒരു തവണ നടത്തിയ ഒരു പരാമർശത്തിന്റെ പേരിൽ അതിൽ പിടിച്ചാണ് വി ഡി സതീശൻ ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ല എന്ന വാദം മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം ഒന്നിലേറെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കന്മാർ മതാധിഷ്ഠിത രാഷ്ട്രം എന്നുള്ളതല്ലാതെ വേറെ ഒരു പദ്ധതിയും ജമാഅത്തെ ഇസ്ലാമിയുടെ മുന്നിലില്ല. അത് എങ്ങനെ നടപ്പാക്കിയെടുക്കണം, ഇന്ത്യ പോലെ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ ഒരു രാജ്യത്ത് തന്ത്രപരമായി അതെങ്ങനെ നേടിയെടുക്കണം, അതിനുള്ള വഴികളാണ് ഞങ്ങൾ തേടുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ജനാധിപത്യ സംവിധാനത്തിൽ പോലും ചേരാൻ തീരുമാനിച്ചത്, അല്ലെങ്കിൽ അത്തരം ഒരു നിലപാടിലേക്ക് ജമാഅത്തെ ഇസ്ലാമി ഏതാനും ദശകങ്ങൾ മുൻപ് എത്തിയത്. നേരത്തെ ജനാധിപത്യത്തിന് എതിരായിരുന്നു ജമാഅത്തെ ഇസ്ലാമി. എന്നാൽ ഇപ്പോൾ നിലപാട് മാറ്റിയത് ഈ രീതിയിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യം വച്ചാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ ആവർത്തിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണങ്ങൾ, ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ, അല്ലെങ്കിൽ അവർ അച്ചടിച്ച് പുറത്തിറക്കിയ പുസ്തകങ്ങൾ, ഇതിലൊക്കെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്രയും തെളിവുകൾ ഇവിടെ നിലനിൽക്കെ, അതുപോലെ തന്നെ മുസ്ലിങ്ങളെ യാഥാസ്ഥിതികത്വത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിയാണ് കേരളത്തിൽ മുസ്ലിം ലീഗിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കൂടി മുസ്ലിങ്ങൾക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ ഏതൊക്കെ പ്രസ്ഥാനങ്ങൾ പിറന്നു, അത് സിമി ആകട്ടെ, SIO ആകട്ടെ, NDF ആകട്ടെ, പോപ്പുലർ ഫ്രണ്ട് ആകട്ടെ, മറുഭാഗത്ത് രാഷ്ട്രീയ പാർട്ടികളായ PDP ആകട്ടെ, INL ആകട്ടെ, SDPI ആകട്ടെ, വെൽഫെയർ പാർട്ടി ആകട്ടെ, ഇതിന്റെയൊക്കെ പിറകിൽ പ്രവർത്തിച്ച പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇതിനൊക്കെ ഊർജം പകരുന്ന പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ആധികാരികമായി തന്നെ എത്രയോ നിരീക്ഷകർ, രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ മതസംഘടനകളുടെ വളർച്ചയെ നിരീക്ഷിക്കുന്നവരും പൗരപ്രമുഖന്മാരും സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുമൊക്കെ നിരന്തരം ആവർത്തിക്കുമ്പോഴും അതിന് ഘടകവിരുദ്ധമായി ഒരു സാക്ഷ്യപത്രം നൽകിക്കൊണ്ട് വി ഡി സതീശൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് വളരെയധികം ആപൽക്കരമായ ഒരു സാഹചര്യമാണ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുക എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം നേരത്തെ നമുക്കറിയാം, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് രഹസ്യമായി ഇടതുപക്ഷം നേടിയിട്ടുണ്ട്. എന്നാൽ പരസ്യമായി ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമാണ് എന്ന് അംഗീകരിക്കാൻ, അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുമായി ഒരു തുറന്ന സഖ്യത്തിൽ ഏർപ്പെടാൻ ഇതുവരെ LDF തയ്യാറായിട്ടില്ല. എന്നാൽ ഇപ്പോൾ LDFിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി വോട്ടുകൾ തങ്ങൾക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടി വി ഡി സതീശൻ കണ്ടുപിടിച്ച ഒരു കുറുക്കു വഴിയാണ്. അതായത് അദ്ദേഹം പറയുന്നത് 4 വോട്ടിന് വേണ്ടി സാമുദായിക സംഘടനകളുടെ മുന്നിൽ കീഴടങ്ങില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ, അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ കേവലം 4 വോട്ടിന് വേണ്ടി, ഇപ്പോൾ ഇടതുപക്ഷമായാലും അതുപോലെ തന്നെ UDF ആയാലും ഒക്കെ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി താരതമ്യേന അംഗബലം കുറഞ്ഞ ഒരു സംഘടനയാണ് എന്നാണ്. അംഗബലം കുറഞ്ഞതാണെങ്കിലും വലിയ തോതിൽ ഇസ്ലാമിക സമൂഹത്തിനിടയിൽ സ്വാധീനം ചെലുത്താനും ഇസ്ലാമിക സമൂഹത്തിലെ ചെറുപ്പക്കാരെ ISIS പോലുള്ള സംഘടനകളിലേക്ക് ആകർഷിക്കുന്നതിൽ പോലും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. എന്നാൽ അത് മറന്നുകൊണ്ട് ആൾബലം കുറഞ്ഞ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് UDF ഉൾപ്പെടെ കോൺഗ്രസിന്റെ നേതാവായ വി ഡി സതീശൻ ഉൾപ്പെടെ പറയുമ്പോൾ, ആ 4 വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ കേരളത്തിന്റെ മതേതരത്വത്തിന്റെ
ഏറ്റവും കടക്കൽ കത്തിവെക്കുന്ന ഈ ഒരു തീരുമാനവുമായി ജനാധിപത്യ മുന്നേറ്റത്തിന് എല്ലാം തിരിച്ചടിയാകും വിധം ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിക്കുന്നത് ഇത് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തതാണ്. കോൺഗ്രസിലെ ഒരു നേതാവും ഇതിനു മുമ്പ് തയ്യാറായിട്ടില്ല എന്ന് മാത്രവുമല്ല, ഇപ്പോൾ കോൺഗ്രസിൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണെങ്കിലും അദ്ദേഹത്തെക്കാൾ മുതിർന്ന എത്രയോ നേതാക്കന്മാരുണ്ട്. അവരാരും തന്നെ വി ഡി സതീശന്റെ ഈ വാദത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല എന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം തെരഞ്ഞെടുപ്പ് കാലമായാൽ വളരെയധികം സജീവമായ രംഗത്ത് വരും. അവരെല്ലാ കാര്യങ്ങളും പ്രതികരിക്കും. അതൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അവരാരും തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ സ്പർശിക്കാനോ, ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറയാനോ, ജമാഅത്തെ ഇസ്ലാമി സമൂഹത്തിൽ വിപത്തുണ്ടാക്കുന്ന ഒരു സംഘടനയല്ല എന്ന് പറയാനോ ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വി ഡി സതീശന്റെ പോക്ക് ഏതാണ്ട് ഒരു ഒറ്റയാൻ പോക്കാണ്. കാരണം KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പോലും പലപ്പോഴും മൗനം പാലിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോഴുള്ളത്. ഇത് മുൻപ് ഉണ്ടായിട്ടില്ലാത്തൊരു സാഹചര്യമാണ് എന്നുകൂടി വേണമെങ്കിൽ പറയാം. കാരണം KPCC പ്രസിഡന്റുമാരാണ്. CPIM-ൽ സംസ്ഥാന സെക്രട്ടറി എന്നതുപോലെ കോൺഗ്രസിൽ KPCC പ്രസിഡന്റുമാരാണ് പൊതുവെ പാർട്ടിയുടെ രാഷ്ട്രീയ നയം പറയാറ്. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത് വി ഡി സതീശനാണ് കോൺഗ്രസിന്റെ വക്താവും നേതാവും ഒക്കെ ആയിട്ട് പൊതുസമൂഹത്തിന്റെ മുന്നിലുള്ളത് എന്നതാണ്. അത് കോൺഗ്രസിന്റെ ഒരു ആഭ്യന്തര തീരുമാനമായിരിക്കാം. KPCC പ്രസിഡന്റോ അല്ലെങ്കിൽ KPCC ഭാരവാഹികളോ അല്ലെങ്കിൽ AICC നേതൃത്വമോ തന്നെ അത്തരത്തിലൊരു നിർദ്ദേശമോ തീരുമാനമോ എടുത്തിട്ടുണ്ടായിരിക്കാം. അത് അവരുടെ കൂട്ടായ തീരുമാനമായിരിക്കാം. എന്തായാലും പക്ഷേ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് കോൺഗ്രസിന് വേണ്ടി കോൺഗ്രസിന്റെ വക്താവായി നേതാവായി വി ഡി സതീശൻ മാത്രം നിൽക്കുന്നു. ആ വി ഡി സതീശനാകട്ടെ കേവലം 4 വോട്ടിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് നേതാവായി അല്ലെങ്കിൽ ആദ്യത്തെ പ്രമുഖ നേതാവായി അദ്ദേഹം മാറുകയാണ്. ഇനി മറ്റൊന്ന് നിരീക്ഷിക്കേണ്ടത് വി ഡി സതീശനോടൊപ്പം മൗനം പാലിച്ചു നിൽക്കുന്ന മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള പ്രസ്ഥാനങ്ങളെ നേരത്തെ എതിർത്തിരുന്നുവെങ്കിൽ, അതിശക്തമായി എതിർത്തു എന്ന് പറയാൻ കഴിയില്ല എങ്കിൽ കൂടി അത്തരം സംഘടനകൾക്കെതിരാണ് എന്നുള്ള പൊതു നിലപാടെങ്കിലും എടുത്തിരുന്നെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്രയധികം വിമർശനങ്ങൾ കോൺഗ്രസിനെതിരെ, വി ഡി സതീശനെതിരെ, UDF-ന്റെ പൊതു നിലപാടിനെതിരെ, അതായത് UDF-ന്റെ പൊതു നിലപാടായിട്ടാണ് വി ഡി സതീശൻ പ്രഖ്യാപിക്കുന്നത് വെൽഫെയർ പാർട്ടിയെ, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയെ ഞങ്ങൾ കൂടെ കൂട്ടുകയാണ്, അവർ മതരാഷ്ട്രവാദികളല്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്ന UDF-ന്റെ നയത്തിന് അല്ലെങ്കിൽ തീരുമാനത്തിന് അല്ലെങ്കിൽ കാഴ്ചപ്പാടിന് വിരുദ്ധമായ എന്തുണ്ടായാലും തിരുത്താൻ രംഗത്ത് വരുന്ന മുസ്ലിം ലീഗ് നേതാക്കന്മാർ മൗനം പാലിക്കുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇത്തരം പ്രസ്ഥാനങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങൾ രംഗത്ത് വരുന്നു എന്നതും മറ്റൊരു വളരെ അപകടകരമായ സാഹചര്യമാണ്. എന്തായാലും ഈ സാഹചര്യം സൃഷ്ടിച്ചത് കോൺഗ്രസ് നേതാവ് വി ഡി സതീശനാണ്. അദ്ദേഹത്തിന് അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നത് വ്യക്തമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കേരള യാത്ര നടക്കുമ്പോൾ, കാസർഗോഡ് നിന്ന് പുറപ്പെട്ട യാത്ര ഇങ്ങനെ ഓരോ ജില്ലകളായിട്ട് കടന്നു പോകുമ്പോൾ നമുക്കറിയാം പല സ്ഥലത്തും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്, അല്ലെങ്കിൽ വിശദീകരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിലെല്ലാം ആവർത്തിക്കപ്പെടുന്നത് ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്ര സംഘടനയല്ല എന്ന വാദമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ സാഹചര്യം വിടുക, ഈ രാഷ്ട്രത്തിലെ സാഹചര്യം വിടുക, തൊട്ടടുത്തുള്ള ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ നേരിട്ട് ജമാഅത്തെ ഇസ്ലാമി ഒരു രാഷ്ട്രീയ മുഖം അണിഞ്ഞുകൊണ്ട്, ഇവിടത്തെ പോലെ വെൽഫെയർ പാർട്ടി എന്ന മുഖമൂണി അണിഞ്ഞുകൊണ്ടല്ല, നേരിട്ട് രാഷ്ട്രീയ പാർട്ടി ആയിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഇപ്പൊ കണ്ടിട്ടേ ഉള്ളൂ. അപ്പൊ അത്തരത്തിൽ കൃത്യമായ ഇസ്ലാമിക മത രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന ഒരു പ്രസ്ഥാനത്തെ വെള്ളപൂശാൻ വി ഡി സതീശൻ നടത്തുന്ന ശ്രമം തിരിച്ചറിയപ്പെടേണ്ടതാണ് എന്ന് മാത്രമല്ല, ഇത് മതനിരപേക്ഷതയ്ക്ക് ഏറ്റവും കൂടുതൽ കോട്ടം തട്ടിച്ച, കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും മതനിരപേക്ഷതയെ ചോദ്യം ചെയ്യുന്ന, മതനിരപേക്ഷതയെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു തീരുമാനമോ അല്ലെങ്കിൽ ഒരു നീക്കമോ ആണ്. അതുകൊണ്ട് ഇത് തിരിച്ചറിയപ്പെടേണ്ടതാണ്. ഇത് തിരുത്താൻ കോൺഗ്രസ് തയ്യാറാകണം എന്നത് ഒന്നാമത്തെ കാര്യം. അതോടൊപ്പം കോൺഗ്രസിന്റെ ഈ ശുദ്ധ കാപട്യം, വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിച്ചുകൊണ്ട് നടക്കുന്ന ഈ ശുദ്ധ കാപട്യം, അവസരവാദ രാഷ്ട്രീയം, തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടുക എന്നത് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയം, അത് എതിർക്കപ്പെടേണ്ടതാണ്. അത് ബാലറ്റിലൂടെയും അല്ലാതെയും ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. എന്തുകൊണ്ടോ ഇത് ഏതെങ്കിലും മേഖലകളിൽ നിന്ന്, സാംസ്കാരിക രംഗത്ത് നിന്നോ എതിർ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നോ ഒക്കെ എതിർക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നാമമാത്രമായി നടക്കുന്നുണ്ടാകാം. പക്ഷേ കേരളത്തിലെ മതേതരത്വ സംവിധാനത്തിന് ഏറ്റവും വലിയ ഭീഷണിയാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ഗൗരവമേറിയ ഒരു ഭീഷണിയായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് അതിനോട് പ്രതികരിക്കാൻ രാഷ്ട്രീയ നേതാക്കന്മാരോ സാംസ്കാരിക നായകരോ ഒന്നും തയ്യാറായിട്ടില്ല എന്നത് ഖേദകരമാണ്.
ഇത് ജനങ്ങൾ ഇതിന് മറുപടി കൊടുക്കാൻ സാധിക്കുക, ജനങ്ങൾക്ക് ഇതിന് മറുപടി കൊടുക്കാൻ സാധിക്കുക ബാലറ്റിലൂടെ മാത്രമാണ്. കാരണം നമുക്കറിയാം വോട്ടർമാർ സംഘടിതരല്ല.